Good morning. Today we can see supervision. What is supervision? ഇപ്പോൾ സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദ വേർഡ് സൂപ്പർവിഷൻ കൺസിസ്റ്റ് ഓഫ് ടു വേർഡ്സ്. ഏതൊക്കെയാണ്? സൂപ്പർ ആൻഡ് വിഷൻ. സൂപ്പർ എന്ന് പറഞ്ഞാൽ ഇത്രയേ വരുന്നുള്ളൂ, ഓവർ ആൻഡ് എബവ്. ആൻഡ് വിഷൻ മീൻസ് ദ ആർട്ട് ഓഫ് സീയിങ് ഒബ്ജെക്ട്സ്, അല്ലെങ്കിൽ എന്താ വ്യൂയിങ് മെൻ്റൽ ഇമേജസ് ഓർ ലുക്കിംഗ് ഓവർ. സോ സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓവർസീയിങ് ദ എംപ്ലോയി അറ്റ് വർക്ക്. അതായത് ഇൻ ദ മാനേജ്മെൻറ്റ് കോണ്ടെക്സ്റ്റ് ഇറ്റ് മീൻസ് ഓവർസീയിങ് ദ സബോർഡിനേറ്റ്സ് അറ്റ് വർക്ക്. ഓക്കെ, അപ്പോൾ സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് ദ ആക്ട് ഓഫ് വാച്ചിങ് എ പേഴ്സൺ ഓർ ആക്ടിവിറ്റി ആൻഡ് മേക്കിംഗ് സർട്ടൻ ദാറ്റ് എവറിത്തിങ് ഈസ് ഡൺ കറക്റ്റ്ലി ആൻഡ് സേഫ്ലി. അപ്പോൾ സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് എവറി മാനേജർ ഇസ് ഇൻ ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് ദ സബോർഡിനേറ്റ്സ് ആൻഡ് ഓവർസീസ് ദിയർ വർക്ക് പെർഫോമൻസ്. ടോപ്പ് മാനേജ്മെൻറ്റ് എന്ത് ചെയ്യും? ദ സൂപ്പർവൈസസ് ദ വർക്ക് ഓഫ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്, വിച്ച് ഇൻ ടേൺ സൂപ്പർവൈസസ് ദ ഫസ്റ്റ് ലൈൻ മാനേജേഴ്സ് ഓർ സൂപ്പർവൈസറി സ്റ്റാഫ്. അങ്ങനെ പോവുക ചെയ്യുന്നത്. അപ്പോൾ ദ ഫസ്റ്റ് ലൈൻ മാനേജേഴ്സ് ആർ ഇൻ ഡയറക്റ്റ് ഫിസിക്കൽ കോൺടാക്ട് വിത്ത് ദ വർക്കേഴ്സ്. ദസ് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ആർ generally engaged in direct contact with the subordinate, but the lower level managers have as their primary duty the supervision of workers in basic operations, and that is why the managers at lowest level are known as supervisors. ഓക്കെ, അപ്പോൾ സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി ഒരു ഡെഫിനേഷൻ നിങ്ങൾ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. അക്കോർഡിംഗ് ടു വൈറ്റിൽസ്, സൂപ്പർവിഷൻ റെഫേഴ്സ് ടു ദ ഡയറക്റ്റ് ആൻഡ് ഇമ്മീഡിയറ്റ് ഗൈഡൻസ് ആൻഡ് കൺട്രോൾ ഓഫ് സബോർഡിനേറ്റ്സ് ഇൻ പെർഫോമൻസ് ഓഫ് ദിയർ ടാസ്ക്. ഇനി ഒരുപാട് ഡെഫിനേഷൻസ് ഒക്കെ വരുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ഡെഫിനേഷൻ നോക്കി വെച്ചോളാം. അപ്പോൾ സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് ഇൻ്റലിജൻറ്റ് ഓവർസീയിങ് ഓഫ് സബോർഡിനേറ്റ്സ് അറ്റ് വർക്ക് ടു എൻഷുർ ഡിസയേർഡ് results, and it consists primarily of instructing, guiding and inspiring human beings towards better performance. മനസ്സിലായല്ലോ. അപ്പോൾ സൂപ്പർവിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് ഡയറക്റ്റിംഗ് ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അതായത് ഓവർസീയിങ് ആക്ടിവിറ്റി ഇസ് ടു ബി ഡൺ അറ്റ് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്, ദാറ്റ് ഇസ് ഫ്രം ടോപ്പ് ടു ബോട്ടം ഓൺ എ കണ്ടിന്യൂസ് ബേസിസ്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞത്. അതായത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് മിഡിൽ ലെവൽ മാനേജേഴ്സിനെ സൂപ്പർവൈസ് ചെയ്യുന്നു, മിഡിൽ ലെവൽ മാനേജേഴ്സ് ഫസ്റ്റ് ലൈൻ മാനേജേഴ്സിന് അല്ലെങ്കിൽ സൂപ്പർവൈസറി സ്റ്റാഫിനെ ഇതാക്കുന്നു. അപ്പോൾ ഈ ഫസ്റ്റ് ലൈൻ മാനേജേഴ്സാണ് വർക്കേഴ്സായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരിക. അതുകൊണ്ടാണ് ദാറ്റ് ഈസ് വൈ ദേ ആർ നോൺ ആസ് സൂപ്പർവൈസേഴ്സ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് സൂപ്പർവിഷൻ എന്നാണ്. അപ്പോൾ സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ട് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഡയറക്റ്റിംഗ് ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. അതായത് ഈ സൂപ്പർവിഷൻ അല്ലെങ്കിൽ ഡയറക്റ്റിംഗ് ഫങ്ഷനിലാണ് ശരിക്കും ഇറ്റ് ഇനിഷ്യേറ്റ്സ് ആക്ഷൻ എന്ന് പഠിച്ചു നമ്മൾ. അപ്പോൾ ദ സൂപ്പർവൈസർ ഒക്യുപ്പൈസ് എൻ ഇൻറ്റർമീഡിയറ്റ് പൊസിഷൻ ബിറ്റ്വീൻ ദ മാനേജ്മെൻറ്റ് ആൻഡ് ദി ഓപ്പറേറ്റീവ് എംപ്ലോയീസ്. So thus the importance of supervision can be understood from the different roles played by supervisors. അപ്പോൾ എങ്ങനെയാണ് ഒരു സൂപ്പർവൈസർ റോൾ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഇസ് ഇനീഷ്യേറ്റ്സ് എന്താ പറയുക ആക്ഷൻ. അതായത് ശരിക്കും ദ സൂപ്പർവൈസറാണ്, ഹി ഹാസ് ടു ഡിറ്റർമിൻ ദ വർക്ക് ഷെഡ്യൂൾ ഫോർ ഈവൻ ആൻഡ് സ്റ്റഡി ഫ്ലോ ഓഫ് വർക്ക്. He then assigns the work to different workers according to their abilities and also makes arrangements for raw materials, machine, tools and equipment. So അതായത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എവറി വർക്കർ മസ്റ്റ് ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് ദ നേച്ചർ ഓഫ് വർക്ക് ഹീ ഈസ് എക്സ്പെക്റ്റഡ് ടു ഡു. ഫോർ ദാറ്റ് ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് ആർ നെസസറി. അപ്പോൾ സൂപ്പർവിഷൻ എന്ന് പറയുന്നത് എന്താ? ദ സെറ്റ്സ് ഇൻ മോഷൻ ബോത്ത് ഫിസിക്കൽ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ് ടു അച്ചീവ് ദ റിസൾട്ട്സ്. ദെൻ സെക്കൻഡ് വൺ ഇസ് ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് കൺട്രോൾ. അതായത് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് കൺസിസ്റ്റിംഗ് മോണിറ്ററിങ് ദ ഓൺ ഗോയിങ് ആക്ടിവിറ്റി. അതായത് സൂപ്പർവിഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് ദ വർക്ക് ഇസ് ബീയിങ് ക്യാരിഡ് ഔട്ട് ആസ് പെർ മെത്തേഡ്സ് ഇൻ യൂസ് ആൻഡ് അക്കോർഡിംഗ് ടു പ്ലാൻ ഷെഡ്യൂൾ. അപ്പം ദ സൂപ്പർവൈസർ കൺട്രോൾസ് ദ പെർഫോമൻസ് ഓഫ് ദ വർക്കേഴ്സ്
by comparing their performance with the standards എന്നാണ് പറയുന്നത്. He also takes necessary action to ensure that production is done according to predetermined standards. Then third one is it helps അല്ലെങ്കിൽ supervision helps optimum utilization of resources. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ by a constant watch on the performance of the employees, the supervisors can ensure progress of work in the right direction എന്നാണ് പറയുന്നത്. It leads to minimum wastage and waste of time, both time and resources എന്നാണ് പറയുന്നത്. So thus there is optimum utilization of resources. മനസ്സിലായല്ലോ. Then next one is ensures discipline in the organization. അതായത് എല്ലാം നോക്കാനും ചെയ്യാനും ഒരു സൂപ്പർവൈസർ ഉണ്ടാകുന്ന സമയത്ത് അവിടെ എന്ത് എൻഷുർ ചെയ്യുന്നു എന്നാണ് പറയുന്നത്? ഡിസിപ്ലിൻ. അതായത് ഇഫക്റ്റീവ് സൂപ്പർവിഷൻ എൻഷുവേഴ്സ് ഡിസിപ്ലിൻ ഇൻ ദ വർക്ക്. സോ അതായത് ദിസ് എൻഷുവേഴ്സ് ദറ്റ് പ്ലാൻസ് ആൻഡ് ടൈം ഷെഡ്യൂൾസ് ആർ സ്ട്രിക്ട്ലി അഡ്ഹേർഡ് ടു ആൻഡ് ഇഫ് ദർ ഇസ് എനി ഡീവിയേഷൻ ദാറ്റ് ഈസ് റെക്ടിഫൈഡ് ത്രൂ റെമഡിയൽ മെഷേഴ്സ്. Then next point is provides feedback. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ supervisors always maintain a close contact with the employees so they can communicate the management policies and decisions to employees. At the same time, feedback in the form of viewpoints, suggestions, grievances and even complaints can be reported back to management. അപ്പം ശരിക്കും സൂപ്പർവൈസർ നേരിട്ട് കാണുക ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ ഓരോന്നും. അതേമാതിരി എംപ്ലോയീസിനോട് നേരിട്ട് ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ദേ ക്യാൻ ഇൻഫോം ദിസ് തിങ് ടു ദ ടോപ്പ് മാനേജ്മെൻറ്റ്. സോ ഇറ്റ് ഹെൽപ്സ് ഇൻ ദി ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ക്വാളിറ്റി ഓഫ് മാനേജ്മെൻറ്റ് ഡിസിഷൻസ് ആൻഡ് റിവിഷൻ ഓഫ് പ്ലാൻസ്, പോളിസീസ് എക്സെട്ര. Then another advantage or importance is it improves quality of communication. അതായത് ക്വാളിറ്റി ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇഷ്യൂയിങ് ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഓർഡേഴ്സ് ആൻഡ് ഗിവിങ് പ്രോപ്പർ ഗൈഡൻസ് റിസൾട്ട് ഇൻ കമ്മ്യൂണിക്കേഷൻ ടു സബോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. അതായത് സൂപ്പർവൈസർ ഇഷ്യൂസ് ഓർഡേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ടു ദ വർക്കേഴ്സ് ഫോർ അച്ചീവിങ് coordination in his section. So he tells them what to do, how to do, etc. അതേപോലെ തന്നെ എന്താ ചെയ്യുന്നത്? ഫീഡ്ബാക്ക് ഫ്രം സബോർഡിനേറ്റ്സ് ലൈക്ക് പ്രോഗ്രസ് ഓഫ് വർക്ക്, സജഷൻസ്, ഗ്രീവാൻസസ് എക്സെട്ര ടേക്ക് ദ ഷേപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. സോ ദിസ് ഇൻഫർമേഷൻ ഇസ് പാസ്ഡ് ഓൺ ടു ടോപ്പ് മാനേജ്മെൻറ്റ്. അപ്പോൾ അവിടെ ഒരു എന്ത് നടക്കുന്നു? കമ്മ്യൂണിക്കേഷൻ ഇസ് ഇഫക്റ്റഡ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നാണ് പറയുന്നത്. അപ്പം സൂപ്പർവൈസർ ആക്ട് ആസ് ദ മീഡിയം ത്രൂ വിച്ച് പോളിസീസ് ഓഫ് മാനേജ്മെൻറ്റ് ആർ ഇൻ്റർപ്രറ്റഡ് ടു സബോർഡിനേറ്റ്സ് ആൻഡ് ദ വർക്കേഴ്സ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ മാനേജ്മെൻറ്റ്. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് ഇംപ്രൂവ്സ് മോട്ടിവേഷൻ. അതായത് സൂപ്പർവൈസേഴ്സ് വൈൽ ഡിസ്ചാർജിങ് ദെയർ ഫങ്ഷൻസ് ഇൻസ്പയർ ദെയർ സബോർഡിനേറ്റ്സ് ടുവേർഡ്സ് better performance. അപ്പോൾ through appreciation of work and recognition of work they motivate the workers എന്നാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും സൂപ്പർവിഷൻ ആക്ച്വലി ഇംപ്രൂവ്സ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് മനസ്സിലായില്ല. അതായത് സൂപ്പർവൈസർ എന്ത് ചെയ്യുന്നുണ്ട്? ഹി മോട്ടിവേറ്റ്സ് സബോർഡിനേറ്റ് ബൈ പ്രൊവൈഡിങ് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ്. സോ he inspires them for higher quality and productivity. So these are the importance of supervision. Next we can see what are the functions of supervisors. ഇപ്പോൾ ഫങ്ഷൻസ് ഓഫ് സൂപ്പർവൈസേഴ്സ് ഇതൊക്കെ തന്നെ വരുന്നത്. ഫസ്റ്റ് ഫങ്ഷൻ വരുന്നത് പ്ലാനിങ് ഓർ ഷെഡ്യൂളിംഗ് ഓഫ് വർക്ക്. അതായത് സൂപ്പർവൈസർ ഹാസ് ടു ഡിറ്റർമിൻ ദ വർക്ക് ഷെഡ്യൂൾ ഫോർ ഈവൻ ആൻഡ് സ്റ്റഡി ഫ്ലോ ഓഫ് ദ വർക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാം ചെയ്ത് ഹി പ്രിപ്പയർ ദ ടൈം ഷെഡ്യൂൾ ഫോർ വർക്ക് ടു ബി കംപ്ലീറ്റഡ്. വർക്ക് ഇസ് അസൈൻ ടു ദ എംപ്ലോയീസ് അക്കോർഡിംഗ് ടു ദിയർ ടാലൻസ് ആൻഡ് ഓൾസോ മേക്ക് അറേഞ്ച്മെൻറ്റ്സ് ഫോർ റോ മെറ്റീരിയൽസ് എക്സെട്ര. അങ്ങനെ സൂപ്പർവൈസർ ഫങ്ഷൻ അതാണ് വരുന്നത്, പ്ലാനിങ് അല്ലെങ്കിൽ ഷെഡ്യൂളിംഗ് ഓഫ് വർക്ക്. അനദർ ഫങ്ഷൻ ഇസ് ഇഷ്യൂയിങ് ഓർഡേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ അതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതായത് സൂപ്പർവൈസറാണ് എന്ത് ചെയ്യുന്നത്? ഹി ഇഷ്യൂസ് ഓർഡേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ടു ദി workers for achieving coordination in his section. അതായത് he tells them what to do, how to do, etc. So this is to ensure that work is being done in accordance with predetermined standards.
ദെൻ പ്രൊവൈഡിങ് ഗൈഡൻസ് ആൻഡ് ലീഡർഷിപ്പ്, അതായത് സൂപ്പർവൈസറാണ് എന്ത് ചെയ്യുന്നത്, ഹീ ലീഡ്സ് ദ വർക്കേഴ്സ് ഓഫ് ഹിസ് ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് ഹീ ഫിക്സസ് പ്രൊഡക്ഷൻ ടാർഗറ്റ് ഫോർ ദം ആൻഡ് പ്രൊവൈഡ്സ് ദം ദ നെസസറി ഗൈഡൻസ് ഫോർ ഡൂയിങ് ദ വർക്ക് അസൈൻ ടു ദം. ദെൻ മോട്ടിവേറ്റിംഗ് ദ വർക്കേഴ്സ്, അത് ഞാനൊരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞ്. സൂപ്പർവൈസർ എന്ത് ചെയ്യും, ഹി ഇൻസ്പയേഴ്സ് വർക്കേഴ്സ് അണ്ടർ ഹിസ് കമാൻഡ് ടു കോൺട്രിബ്യൂട്ട് ദെയർ ബെസ്റ്റ് ടു അച്ചീവ് the desired objective. So he motivates them through proper incentives and creates a team spirit among them. Then controlling, അതായത് supervisory control includes checking in the methods in use and progress of work against the planned schedule, comparing the actual performance with the standard, and reporting the completed work and deviations, if any, to his superiors. Then another function of supervisor is the keeping records. അതായത് supervisor has to keep records of work, output and other related aspects of his section. They indicate the performance and progress of his section and act as the basis for deciding future line of action. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ റെക്കോർഡ് കീപ്പിംഗ് നടത്തുന്നത്. അതായത് പ്രിസർവിങ് റെക്കോർഡ്സ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഹി സെൻഡ്സ് ദ നെസസറി ഇൻഫർമേഷൻ ടു ടോപ്പ് മാനേജ്മെൻറ്റ്. ദെൻ ലൈസൺ ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് ആൻഡ് വർക്കേഴ്സ്, അതായത് ഒരു ലിങ്കിങ് പിൻ ആണെന്നാണ് പറയുന്നത് സൂപ്പർവൈസർ. അത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ദ സൂപ്പർവൈസർ എന്ന് പറയുന്നത് എന്താ, ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ലിങ്ക് ബിറ്റ്വീൻ ദ മാനേജ്മെൻറ്റ് ആൻഡ് the workers. He explains management policies to the workers and also passes on management's direction. He has a close contact with workers and tries to understand their problems, and he brings workers' problem to the notice of the top management. That is why he acts as a linking pin, അതായത് liaison between management and workers. Then another function is enforcing discipline among workers. അതായത് he encourages regularity and punctuality among the employees, thereby achieving proper discipline. Then ensuring safety. എല്ലാം ഒരു മേൽനോട്ടം ഉണ്ടാവുന്ന സമയത്ത് he develops safety consciousness among the workers and trains them to take safety measures. He conducts regular inspection of machines, tools, etc. to minimize chances of accidents. And another function is providing proper working conditions. സൂപ്പർവൈസറുടെ ഡ്യൂട്ടിയാണത്. അതായത് എന്താണ്, ടു സീ ദാറ്റ് പ്രോപ്പർ വർക്കിംഗ് കണ്ടീഷൻസ് ലൈക്ക് ലൈറ്റിംഗ്, വെന്റിലേഷൻ, ഹീറ്റിംഗ് എക്സെട്ര ആർ provided. And last point is reporting. അതായത് സൂപ്പർവൈസർ ഹാസ് ടു പ്രിപ്പയർ various reports on the progress of work entrusted to him. But reports are submitted to top management at regular intervals and they are used as feedback to operatives to improve their performance. Next we can see what are the qualities of a supervisor. അപ്പം എന്തൊക്കെ ഗുണങ്ങളാണ് വേണ്ടത്, ഒരു സൂപ്പർവൈസറിന് ഉണ്ടാവേണ്ട ഗുണങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, നോളജ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അതായത് സൂപ്പർവൈസർ എന്തറിഞ്ഞിരിക്കണം, എല്ലാ നിയമവശങ്ങളും അറിഞ്ഞിരിക്കണം. അതായത് നിയമവശങ്ങൾ എന്ന് പറയുന്നത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദി കമ്പനി. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത്. ദെൻ സെക്കൻഡ് പോയിന്റ് ഇസ് ടെക്നിക്കൽ കോമ്പിറ്റൻസ്. അതായത് ഹി ഷുഡ് ബി എന്താ പറയുക, കോമ്പിറ്റൻറ്റ് ടു ഡീൽ വിത്ത് എന്താ പറയുക മെഷീൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് ഹി ഷുഡ് ഹാവ് സഫിഷ്യൻറ്റ് ടെക്നിക്കൽ സ്കിൽ ടു പെർഫോം ദ ജോബ്സ് ടു ബി സൂപ്പർവൈസ്ഡ് ടു ഗെറ്റ് ഔട്ട്പുട്ട് ഓഫ് ബെറ്റർ ക്വാളിറ്റി ഫ്രം ദി സബോർഡിനേറ്റ്സ്. ദെൻ നോളജ് ഓഫ് ഓർഗനൈസേഷൻ. അതായത് ഒരു സൂപ്പർവൈസറിന് എന്തുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്, ഓർഗനൈസേഷനെ കുറിച്ചിട്ടുള്ള അത്യാവശ്യം നോളജ് ഉണ്ടായിരിക്കണം. എന്നാലേ അത് അവർ സബോർഡിനേറ്റ്സിന് കൊടുക്കാൻ പറ്റുള്ളൂ. ദെൻ ലീഡർഷിപ്പ് സ്കിൽ. അതായത് സൂപ്പർവൈസർക്ക് ഉണ്ടാവേണ്ട ഒരു ക്വാളിറ്റിയാണ് എന്തെന്ന് പറയുന്നത് ലീഡർഷിപ്പ് സ്കിൽസ്. എന്നാലേ ഒരു നല്ലൊരു ലീഡറിനെ എന്താ പറയുക ബാക്കിയുള്ളവരെ നയിക്കാൻ പറ്റുള്ളൂ. ദെൻ മാനേജീരിയൽ ക്വാളിറ്റീസ്. അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മാനേജീരിയൽ ക്വാളിറ്റീസ് എന്ന് പറയുമ്പം എന്തൊക്കെ വേണം, പെട്ടെന്ന് ഡിസിഷൻ എടുക്കാനുള്ള ഒരു സ്കില്ല് വേണം. അങ്ങനെ ഹി ഷുഡ് ബി കോമ്പിറ്റൻറ്റ് ടു ടേക്ക് ക്വിക്ക് ഡിസിഷൻസ് എക്സെട്ര. ദെൻ ഇൻസ്ട്രക്ഷൻ സ്കിൽ. ഇൻസ്ട്രക്ഷൻ സ്കില്ലിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴാണോ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കേണ്ടി വരിക എന്ന് പറയാൻ പറ്റില്ല. സോ അതിനനുസരിച്ച് എന്താ സ്പോട്ടിൽ
ഇൻസ്ട്രക്റ്റ് ചെയ്യാനുള്ള ആ ഒരു സ്കില്ലാണ് ഉദ്ദേശിക്കുന്നത്. സ്കിൽസ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ദെൻ ഹ്യൂമൻ ഓറിയൻറ്റേഷൻ, അതായത് ഹി ഷുഡ് ഹാവ് ഹ്യൂമൻ അപ്രോച്ച് ടു ഹ്യൂമൻ പ്രോബ്ലംസ്. അതായത് സൂപ്പർവൈസർ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, അതായത് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് സബോർഡിനേറ്റ് ഷുഡ് ബി സിമ്പത്തറ്റിക് ഇൻ ഡീലിങ്സ് വിത്ത് ദിയർ പ്രോബ്ലംസ്. ഓക്കെ. ആൻഡ് ലാസ്റ്റ് വൺ, എബിലിറ്റി ടു ഗെറ്റ് കോപ്പറേഷൻ ഓഫ് സബോർഡിനേറ്റ്സ്. അതായത് ഈ ഒരു സൂപ്പർവിഷൻ ഇഫക്റ്റീവ് ആവണം വെച്ചാൽ എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത്, അത് he should be honest in dealings with the subordinates so as to leave no scope of any doubt in the minds of his subordinate about his integrity. അതായത് സബോർഡിനേറ്റ്സിന് അടുത്ത് നിന്ന് എങ്ങനെ കിട്ടിയിരിക്കണം എന്നാണ് പറയുന്നത്, അതായത് he should have an ability to get cooperation of subordinates. Okay, so these are the qualities required for a good supervisor. Thank you.